അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്രാ മിഅ്റാജ് യാത്രയ്ക്ക് വേണ്ടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുകയാണ്. നബുവത്ത് ലഭിച്ച് 11-ാം വർഷം റജബ് മാസം 27-ാം രാവ് തിങ്കളാഴ്ച ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എളാപ്പ അബൂ താലിബിന്റെ മകൾ ഉമ്മു ഹാനിന്റെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഏതാനും മലക്കുകൾ അവിടേക്ക് വരികയാണ്. അള്ളാഹു അയക്കുകയാണ്. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംസം കിണറിന്റെ അരികിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നബി തങ്ങളുടെ നെഞ്ച് കീറി ഉൾഭാഗങ്ങൾ കിഴക്കി. അതിൽ നിറയെ വിജ്ഞാനങ്ങൾ, അറിവുകൾ നിറച്ചു. ഇത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയിലുടനീളം നേരിടാനുള്ള വലിയ വലിയ അനുഭവങ്ങൾ സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു ആത്മീയ പാകത കൈവരുത്താൻ വേണ്ടിയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ എന്ന യാത്ര, മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര ബുറാഖ് എന്ന സ്പെഷ്യൽ വാഹനത്തിലാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റി ഹദീസിൽ വിശദീകരിച്ചതായിട്ട് കാണാം. സുമ്മ ഊതീതു ബിദാബത്തിൻ ദൂനൽ ബഗലി വഫൗഖൽ ഹിമാരി അബിയാദ്. അതിന്റെ വിശദീകരണത്തിൽ കാണാം. അതിന്റെ അർത്ഥത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: കോവർ കഴുതയുടെ വലിപ്പമില്ലാത്തതും എന്നാൽ സാധാരണ കഴുതയേക്കാൾ വലിപ്പമുള്ളതും വെള്ള നിറത്തിലുള്ള ഒരു മൃഗത്തെയാണ് അള്ളാഹു എനിക്ക് നൽകിയത്, എന്നിലേക്ക് കൊണ്ടുവരപ്പെട്ടത്. അത് ബുറാഖ് എന്നാണ് അതിൻ്റെ പേര്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അതിൻ്റെ ഒരു ചവിട്ടടി കണ്ണെത്താ ദൂരത്തുള്ള രീതിയിലാണ് അത് കാലുവെക്കുക. കണ്ണെത്താവുന്ന ദൂരത്ത് അത് കാലുവെക്കും. അങ്ങനെയുള്ള ഒരു മൃഗമാണ് ബുറാഖ്. ബുറാഖിന്റെ പുറത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കയറാൻ പ്രയാസം വന്നപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുറാഖിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അബി മുഹമ്മദിൻ തഫ്അലു ഹാദ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണോ നീ ഇങ്ങനെ ചെയ്യുന്നത്? ചോദ്യം കേട്ട ബുറാഖ് വിയർത്തൊലിച്ചു എന്നും ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അള്ളാഹു നാം ഏവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.